എന്റെ മാത്രം രചന ആമിന, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോള് അമ്മ അതും പറഞ്ഞ് കരയാൻ തുടങ്ങി. സുമതി അമ്മയെ സഹിക്കാനാവാതെ കരയുന്ന കണ്ട് അച്ഛനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു. പെട്ടെന്ന് വീണ്ടും ആദ്യം ഫോൺ ചെയ്തു. എടാ മോനെ, ലച്ചുമോളെ കാണാനില്ലടാ. ഇവിടെ റൂമിൽ നിന്ന് മോളുടെ ഫോൺ കിട്ടി. അതിലെന്തോ ഒരു വീഡിയോ ഉണ്ട്. കണ്ടിട്ട് വല്ല പേടിയാവുന്നുണ്ടടാ. വീഡിയോയോ? എന്ത് വീഡിയോ? അത് പിന്നെ മക്കളുടെ വീഡിയോയാ. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. അവരെവിടെയോ കെട്ടിയിട്ടിരിക്കുക. ബോധമില്ലടാ മോനെ. അവർക്ക് എന്തെങ്കിലും. അച്ഛൻ പറഞ്ഞു. ഒരു നിമിഷം അവന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി. മോനെ, നീ എന്താടാ മിണ്ടാത്ത്? ഞാൻ പേടികൊണ്ട് പറഞ്ഞാടാ. അച്ഛൻ ആ വീഡിയോ നൊന്തൊരു ഫോണിലേക്ക് അയക്ക്. അവർക്കൊന്നും സംഭവിക്കില്ല. ലച്ചു, അവൾക്കൊന്നും സംഭവിക്കില്ല. ടെൻഷൻ ആവണ്ട. ആദ്യം പറഞ്ഞ അച്ഛൻ ഫോൺ കട്ടാക്കി വീഡിയോ അവന്റെ ഫോണിലേക്ക് അയച്ചു. ഞാൻ പറഞ്ഞില്ലേ അന്നേ അവളിവിടെ വേണ്ടാന്ന്. കേട്ടില്ലല്ലോ, ഇപ്പൊ കണ്ടോ? ഞാൻ എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ ഇത്. സുമതി പറഞ്ഞു. അമ്മ അത് കേട്ട് കരഞ്ഞുകൊണ്ട് അവരെ നോക്കി. അന്നേ അവളെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ നീ ഗതി ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവളെ പാട് നോക്കി പോയത്. എന്റെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ അവളെ വെറുതെ വിടില്ല. നോയിക്കോ. സുമയ, അവർക്കൊന്നും ഉണ്ടാവില്ല. ദൈവത്തെ വിളിക്കേണ്ട സമയം മറ്റൊരാളെ പഴിക്കല്ല ചെയ്യേണ്ടത്. മക്കൾക്കൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുക. അച്ഛൻ അതും പറഞ്ഞ് താഴേക്ക് പോയതും സുമതിയെ കേട്ട് ലച്ചുവിനെ ഓർത്ത് പല്ലിറമ്മി. അവള് കോണം പിടിക്കില്ല, നശിച്ചവള്. സുമേ! അമ്മയുടെ ശബ്ദമുയർന്നു. സുമതി അമ്മയെ നോക്കി. അമ്മയൊന്നും മിണ്ടാതെ അവർ രൂക്ഷമായി നോക്കി താഴേക്ക് പോയതും സുമതി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഓർത്ത് അവളുടെ ഹൃദയം പിടക്കുകയായിരുന്നു. കാലിടറുന്നുണ്ടായിരുന്നു. ഒന്നുറക്കെ കരയണമെന്ന് പോലും അവൾക്ക് തോന്നി. സന്തോഷമായൊരു ജീവിതം ആനന്ദിനോടൊപ്പം ഉണ്ടാവുമെന്ന് അവൾ സ്വപ്നം കണ്ട് തുടങ്ങിയിരുന്നു. അതിനുമേൽ ഇങ്ങനൊരു അവസ്ഥ അവൾ വല്ലാതെ തളർത്തി. ലച്ചു കണ്ണ് വീണ്ടും തുടച്ചു മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവളുടെ ഉള്ളിൽ മുഴുവൻ താൻ ആനന്ദിനെ വിട്ടുപോകില്ലെന്ന് അവന് കൊടുത്ത വാക്കുകൾ മാത്രമായിരുന്നു. വീട്ടിലേക്ക് എത്താറായതും അവളുടെ ദേഹം പോലും വിറക്കാൻ തുടങ്ങി. ഇങ്ങനെയൊരു മടക്കുണ്ടാവുന്ന ഒരിക്കലും കരുതിയില്ല. ഇതിലും ഭേദം അന്നേ മരിക്കുന്നതായിരുന്നു. ഇങ്ങനൊരു ഗതി ഞാൻ കാരണം ആർക്കും വരില്ലായിരുന്നു. ലച്ചു സ്വയം ഓർത്ത് കരഞ്ഞുകൊണ്ട് അവിടേക്ക് ചെന്നു. മുറ്റത്ത് പന്തൽ കെട്ടുന്ന ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പന്തൽ വീരാൻ സന്തോഷത്തോടെ ആഗ്രഹിച്ചിരുന്നു മുമ്പൊരിക്കൽ. പകരം വേദന നിറഞ്ഞ കാഴ്ചകൾ തന്നപ്പോൾ വെറുത്തു പോയതാ. എന്നിട്ട് ഇങ്ങനൊരവസ്ഥ വീണ്ടും ഉണ്ടാവുമെന്ന് കരുതിയില്ല ഞാൻ. ഏട്ടനോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയപ്പോഴേക്കും എല്ലാം തകർന്നില്ലേ ദേവി? മനസ്സിലോർത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. ചുറ്റും നിൽക്കുന്നവർ അവളെ നോക്കി അടക്കി പിടിച്ച് സംസാരിക്കുന്ന അവൾക്ക് കേൾക്കാമായിരുന്നു. ലച്ചു തലതാഴ്ത്തി ഒന്നും കാണാനാവാതെ നടന്നു. നാളുകൾക്ക് ശേഷം അവിടേക്ക് വരുന്നാണെങ്കിലും വല്ലാത്ത ഏകാന്തതയും ഒറ്റപ്പെടലും അവളെ വലിഞ്ഞു മുറുക്കി. കാർത്തി! പെട്ടെന്ന് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടെന്ന് ലച്ചു ഞെട്ടി മുന്നിലേക്ക് നോക്കി. ഒപ്പം ആ പേര് കേട്ട ഞെട്ടൽ കൂടിയായിരുന്നു അവൾക്ക്. ഗൗരി ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് കാർത്തിക അവിടേക്ക് വന്നു. അവളുടെ ശരീരം ആരിലെ പോലെ വിറക്കാൻ തുടങ്ങി. അവനെ നോക്കാനാവാതെ അവൾ തലതാഴ്ത്തി. കാർത്തിക കണ്ട് വിജയിച്ച വാതിൽ ചിരിച്ചുകൊണ്ട് അവളെ മുഴുവനൊന്ന് ചുഴിഞ്ഞു നോക്കി. എടി നശിച്ചവളെ! ഗൗരി അവൾക്ക് നേരെ പായാനാഞ്ഞ കാർത്തിക് തടഞ്ഞു. ഉടയാത്ത ഇവളുടെ സൗന്ദര്യം എനിക്ക് വേണം. അമ്മക്കുള്ള അവസരം ഞാൻ തരാം. കാർത്തിക അത് പറഞ്ഞ് പുറത്തേക്ക് വന്നു. ലച്ചു അത് കേട്ട് കണ്ണീരോടെ നിന്നു. ഇത്രയും പെട്ടെന്ന് നിന്നിങ്ങനെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും അവൻ്റെ കൂടെ പുറത്തു നീ അങ്ങ് സുന്ദരിയായിട്ടുണ്ട്. എത്ര വട്ടാവും നിന്റെ സൗന്ദര്യം ആസ്വദിച്ചടി? കാർത്തി ചോദിച്ചതും അവളെ കേട്ട് മുഖം തിരിച്ചു. അത് കണ്ടത് അവൻ അവിടെ കവിളിൽ കുത്തിപ്പിടിച്ചതും അവൾ പേടിച്ച് അവനെ നോക്കി. എന്താടി, നിന്നെ നാവിറങ്ങിപ്പോയോ? എവിടെ നിന്ന് പോയപ്പോൾ നീ പ്രതീക്ഷിച്ചില്ലല്ലേ ഇങ്ങനൊരു ദിവസം എൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്? ഈ കാർത്തിക ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടേ പിന്മാറും. അതിന് തടസ്സം നിന്റെ തന്തയായാലും ജീവനോടെ വെക്കില്ല ഞാൻ. എത്ര ലക്ഷത്തിനാടി നീ നിന്റെ ശരീരം അവന് വിറ്റത്? കാർത്തിക് ചോദിച്ചും ലച്ചു അവനെ പുച്ഛത്തോടെ നോക്കി. ആനന്ദിനെ പറയുന്ന അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പെണ്ണിന്റെ മാനം മാത്രം നോക്കി നടക്കും നിങ്ങളെപ്പോലെ ഒരാൾക്ക് പെണ്ണിന്റെ ജീവനും സന്തോഷത്തിനും അവളുടെ മഹത്വത്തിനും വില നൽകുന്ന ഒരാളെ കുറിച്ച് പറയാൻ യാതൊരു അർഹതയുമില്ല. അത് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഒരാൾക്ക് മനസ്സിലാവില്ല. ജീവനും മാനവും കാക്കുന്ന പുരുഷനെന്നും അവൾക്ക് ദൈവ. എന്റെ ഏട്ടനെ പറ്റി പറഞ്ഞാൽ കേട്ടു നിൽക്കില്ല ഞാൻ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടി നിനക്ക്? അടിച്ച് പൊട്ടികളെ അവിടെ കരണം. ഗൗരി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു. പെണ്ണിനെ കാണിച്ച് ഭയപ്പെടുന്നവൻ ഭീരുവാ. നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ വീടിന്റെ പടി കടന്നു വന്ന ആണുങ്ങളോടൊപ്പം പൊരുതി നീ എന്നെ കൊണ്ടുവന്നേനെ. അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടല്ല. പക്ഷെ നീ ഒരു ഭീരുവാ. ലച്ചു പറഞ്ഞു. അതവനെ ചൊടിപ്പിച്ചു. അവനെ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ എനിക്കാവുമെങ്കിൽ, അവന്റെ പ്രിയപ്പെട്ടവളുമാർ അവന്റെ വീട്ടിൽ നിന്ന് പൊക്കാൻ അറിയാമെങ്കിൽ അവനെ ഇല്ലാതെയൊക്കെ എനിക്കറിയാം. എന്റെ ഉദ്ദേശം നീയായിരുന്നു. അതിലേക്ക് എത്താൻ എന്ത് നാറി കളി ഞാൻ കളിക്കും. ഇനി അവനുള്ള തിരിച്ചടിയാ, ഓർത്തു വെച്ചോ. നിനക്കൊന്നും ചെയ്യാനാവില്ല. ലച്ചു പറഞ്ഞ ഗൗരിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയിൽ അവൾ പുറകിലേക്ക് വേച്ചു പോയി. ഇത് നിനക്കുള്ള തുടക്ക. ഇനി ഓരോന്നായി കണക്ക് പറഞ്ഞ് നിനക്ക് ഇട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. ഗൗരി പറഞ്ഞു. ലച്ചു വേദനയോടെ അവരെ നോക്കി. എന്താടി, നിനക്ക് ഇനിയും വെല്ലുവിളി നടത്താൻ തോന്നുന്നുണ്ടോ? ഈ നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ ഞങ്ങൾ അപമാനിച്ച് നാണം കെടുത്തി പോയവളാ നീ. അവർക്ക് മുമ്പിൽ വന്നതിനെ നാളെ ഒരു താലിച്ചേട്ടൂടെ നിന്നെ ബന്ധിക്കാൻ പോവാ. ഇതോടെ അവസാനിക്കുന്ന നിന്റെ ജീവിതം. ഇനി ഇവന്റെ ദാസിപ്പണി ചെയ്ത് ഇവിടെ എവിടെയും കിടക്കാൻ നിനക്ക്. അവന്റെ കൂടെ കിടന്ന സുഖം മാറിയിട്ടുണ്ടാവില്ലേ ഇവൾക്ക്?
അതാവും ഇത്രയും കണ്ണീര്. അല്ലേ പിന്നെ സ്വന്തം അച്ഛനും അമ്മയുള്ള അടുത്തേക്ക് വരാതിരിക്കാൻ അവൾക്ക് കഴിയോ? ശങ്കർ അതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്നു. എവിടെയായിരുന്നടി നീ ഇതുവരെ? രക്ഷപ്പെട്ട് ഓടിയതല്ലേ? എന്നിട്ട് എന്തു പറ്റി? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരുന്ന കരുതിയില്ലല്ലേ? അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. നിനക്കുള്ള വിവാഹവസ്ത്രങ്ങളും ആഭരണങ്ങളും അകത്തുണ്ട്. അതെന്റെ ദാനായിട്ട് കണ്ടാൽ മതി. വൈകുന്നേരം മുതൽ ഇവിടെ വിവാഹക്ഷണം സ്വീകരിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ മുമ്പിൽ വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിന്നോളണം. അതൊക്കെ അവൾ നിൽക്കുവച്ചാ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ മഹാമനസ്കതയുള്ള അവൾ ഇങ്ങോട്ട് വരുന്നത്. 3 പേരും കൂടി അവൾ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. തന്നെ രക്ഷിക്കാൻ അമ്മയെ കാണാത്ത കണ്ടതും അവളുടെ ഉള്ളിലേക്ക് ഒരു ഭയം തോന്നി. ആ ഗേറ്റ് അങ്ങ് അടച്ചേക്ക് സുധാകര. ഇല്ലെങ്കിൽ വീണ്ടും ഇവൾക്ക് ഓടാൻ തോന്നിയാലോ? കൊണ്ടുപോയി തള്ളക്കൊപ്പം പൂട്ടിയിടുവളയും. ശങ്കർ പറഞ്ഞു. ലച്ചു അത് കേട്ട് ഞെട്ടിക്കൊണ്ട് അകത്തേക്ക് നോക്കി. അമ്മ, ലച്ചു സ്വയം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിയതും ഗൗരി അവിടെ പിന്നാലെ കയറിപ്പോയി. അമ്മേ, അമ്മേ! ലച്ചു വാതിൽ മുട്ടി വിളിച്ചിട്ടും ഒരു പ്രതികരണം ഉണ്ടായില്ല. ഗൗരി വന്ന് ഡോർ തുറന്നു. തറയിൽ കിടക്കുന്ന രാധയെ കണ്ടൊന്ന് പകച്ചു. ലച്ചു കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിക്കാൻ തുടങ്ങി. ഗൗരി ഒരു ഭയത്തോടെ മൂക്കിൽ വിരലടുപ്പിച്ച് സമാധാനത്തോടെ നെഞ്ചത്ത് കൈവച്ചു. ഗൗരി അമ്മേ, അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ചത്തിയിട്ടൊന്നുമില്ലല്ലോ, ബോധം പോയതാവും. ഇനി ഇവരെയും കെട്ടിവെച്ച് അടക്കാനൊന്നും പറ്റില്ല. അതും പറഞ്ഞ് ഗൗരി മേശയിരുന്ന വെള്ളമെടുത്ത് രാധികയുടെ മുഖത്ത് കൂടി ഒഴിച്ചതും ലച്ചു അതുകൊണ്ട് ഞെട്ടിയവരെ നോക്കി. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. അവർ കൂസല്ലാതെ നിന്നു. രാധിക ചുമക്കുന്ന കണ്ട ലച്ചു അവരെ മുഖം തുടച്ചു കൊടുത്തു. കണ്ണു തുറന്ന മുന്നിൽ ലച്ചുവിനെ കണ്ട് അവർ ഞെട്ടി. ഗൗരി അത് കണ്ട് പുച്ഛത്തോടെ ഡോറ് വലിച്ചടച്ച് പൂട്ടിക്കൊണ്ട് പോയി. അമ്മേ! ലച്ചു കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. അവർ സഹിക്കാനാവാതെ അവളെ നോക്കി. നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്ന്? എന്തിനാന്ന്? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അമ്മേ, അതുകൊണ്ട്. നീയെങ്കിലും സുരക്ഷിതയാണല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു. അതില്ലാതെയായി. നിന്നെ ഇവര് വെറുതെ വിടില്ല. മോളുടെ ജീവിതം നശിപ്പിക്കും. എന്നെ സ്നേഹിക്കുന്നവരോളം വലുതല്ല അമ്മേ എനിക്കെൻ്റെ ജീവൻ. അച്ഛനെയും ആരെയും പ്രിയയും കാവ്യയും കാണാനില്ല അമ്മേ. അയാൾ പിടിച്ചു വെച്ചിരിക്കുക. അവരെ രക്ഷിക്കാൻ ഇതെല്ലാം വേറൊരു വഴി എൻ്റെ മുമ്പിലില്ലായിരുന്നു. അതുകൊണ്ടാ അയാളെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ മറ്റൊന്നോർക്കാതെ ഇങ്ങോട്ട് വന്ന്. ദൈവം എനിക്ക് വിധിച്ച ഇങ്ങനെയാവും. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതും രാധിക അത് കേട്ട് കരഞ്ഞു. ദൈവം അത്രയ്ക്ക് ക്രൂരനൊന്നല്ല മോളെ. നിന്നെ രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു വഴിയുണ്ടാവും. മോൻ വരും നിന്നെ രക്ഷിക്കാൻ, എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും കൂടി നിന്റെ ജീവിതം നശിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല. അച്ഛനിപ്പോൾ ജീവനോടുണ്ടോയെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. അവർ സഹിക്കാനാവാതെ പറഞ്ഞു. അച്ഛന് കുഴപ്പമൊന്നുമില്ല അമ്മേ, അച്ഛനെ ഞാൻ കാണിച്ചു തരാം അമ്മയ്ക്ക്. അത് പറഞ്ഞ് ലച്ചു നോക്കിയതും ഫോൺ അവളുടെ കയ്യിലെന്ന് കാര്യം ഓർത്ത് അവൾ തലക്ക് കൈവച്ചു. എന്താ മോളെ? അതമ്മേ, എൻ്റെ ഫോൺ കാണാനില്ല, എവിടെയോ പോയിന്ന് തോന്നുന്നു. അതിൽ അയാളയച്ച വീഡിയോ ഉണ്ടായിരുന്നു. ഈ വിവാഹം കഴിയും വരെ അവർക്കൊന്നും സംഭവിക്കില്ല. വിവാഹം നടന്നവരെ അയാൾ വെറുതെ വിടും. അവന്റെ വാക്ക് വീണ്ടും നീ വിശ്വസിച്ച മോളെ? ഒരിക്കലുമില്ല. നിന്നെ ഇവിടേക്ക് വരുത്താവൻ പറഞ്ഞ കള്ള. അവർ വെറുതെ വിടുമെന്ന് അമ്മ പറഞ്ഞ ലച്ചു അത് കേട്ട് എന്ത് വേണമെന്നറിയാതെ നിന്നു. എടുത്തിയാട്ടമായ എന്നൊരു തോന്നലും കുറ്റബോധം അവളിൽ തോന്നി തുടങ്ങി. ഇല്ല, അവരെന്റെ കൺമുമ്പിൽ കാണിക്കാതെ വിവാഹം നടക്കില്ല. അമ്മ വിഷമിക്കാതിരിക്കെ, ആർക്കും ഒന്നും സംഭവിക്കില്ല. ഏട്ടെ രക്ഷിക്കാവരെ. ലച്ചു അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നടക്കാൻ പോകുന്ന ദുരന്തമോർത്ത് അമ്മയുടെ ഉള്ളം പിടക്കുകയായിരുന്നു. ആ വീഡിയോ കണ്ടതും രണ്ടുപേരും അതിലേക്ക് നോക്കി. 4 പേരെയും ഒന്നിച്ച് കണ്ടതും അവരിൽ അതൊരു ആശ്വാസമായിരുന്നു. എടാ, അവർ നൽകാൻ സേഫാണ്. അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കണ്ടുപിടിക്കണം. ഇത് കാണിച്ചിട്ടാവും അവൻ ലച്ചുവിനെ ഭയപ്പെടുത്തിയത്, അവൾ വീട്ടിൽ നിന്ന് പോയതും. അവനൊക്കെ ഇതിനെ ആവും. ആദ്യ പുച്ഛത്തോടെ പറഞ്ഞു. അവന് വെറുതെ വിടരുത്. അവൻ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അവൻ അറിയണം. മരണ തുല്യമാവണം അവൻ്റെ ഓരോ നിമിഷവും. ഒന്ന് ചത്തുപോയിരുന്നെങ്കിലെന്ന് അവൻ പറയണം. ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി അവനെ കൊല്ലണം. ആനന്ദ് പറഞ്ഞതും ആദ്യം അത് കേട്ടൊരു പകപ്പോടെ അവനെ നോക്കി. ഒരു തെളിവ് പോലും ഇല്ലാതെ അവനെ കൊല്ലണം. ലച്ചുവിനെയും അവിടെ അച്ഛനെയും ആരെയും കാവ്യയും പ്രിയ അവസ്ഥയിലെത്തിച്ച അവന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ അതാ. നീ വണ്ടി എടുക്ക്. ആനന്ദ് പറഞ്ഞതും ആദ്യം വണ്ടി മുന്നോട്ടെടുത്തു. 1-2 ഷോപ്പിൽ നിന്ന് വണ്ടി പോയ ഏകദേശം റൂട്ട് ആനന്ദിന് ആദ്യം പിടികിട്ടി. എടാ, ഈ വഴി 2ആയി തിരിയുന്നുണ്ട്. ഇനി എവിടേക്ക് നമ്മൾ പോകുന്നേ? 2ആയി പിരിയുന്ന റോഡിലെത്തിയതും ആദ്യം വണ്ടി നിർത്തി ചോദിച്ചു. ഇവിടെ എങ്ങും ഷോപ്പൊന്നും ഇല്ലേ? ആനന്ദ് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അവൻ ഫോൺ എടുത്തു. എന്തായി? വണ്ടി പോയ ഏകദേശം വഴി കിട്ടി. പക്ഷെ ഇവിടുന്ന് ഇവിടേക്കൊന്നും ഐഡിയ ഇല്ല. ആ സ്ഥലത്തിന്റെ ഏകദേശം ഊഹം പറഞ്ഞു കൊടുത്തു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആനന്ദ് അതും പറഞ്ഞ് വീഡിയോയുടെ കാര്യം അയാളോട് പറഞ്ഞു. ഞാൻ അയക്കുന്ന നമ്പറിലേക്ക് ആ വീഡിയോ ഫോർവേഡ് ചെയ്യുക. അയാൾ പറഞ്ഞതും ആദ്യം ആനന്ദ് പരസ്പരം നോക്കി. ആ സ്ഥലവും വീഡിയോ വെച്ചത് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ വഴിയുണ്ട്. അയാൾ ഒരു നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ ആദ്യം അതിലേക്ക് വീഡിയോ അയച്ചു കൊടുത്തു. അവരെവിടെയുണ്ടെന്ന് എനിക്കറിയാം. അവിടുന്ന് ലെഫ്റ്റ് ഒരു 10 കിലോമീറ്റർ മാറി കാർത്തികിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവിടെയാ അവരുള്ളത്. അയാൾ പറഞ്ഞതും അത് കേട്ട് ആദ്യം ആനന്ദം പരസ്പരം നോക്കി. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അറിയാം? അവൻ്റെ A to Z കാര്യങ്ങൾ എനിക്കറിയാം. ശത്രുവിനെ കുറിച്ചൊരു ധാരണയില്ലാതെ
ആരും പ്രതികാരം വിട്ട് ഇറങ്ങില്ലല്ലോ. സത്യത്തിൽ നിങ്ങൾ ആരാ? ഇത്രയും ഇതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ലച്ചു നിങ്ങളുടെ ആരാ? നിങ്ങളുടെ പേരെന്താ? ആരെന്ന് സംശയത്തോടെ ചോദിച്ചു. അതിനയാളൊന്ന് ചിരിച്ചു. എന്നെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഞങ്ങൾക്ക് ശത്രു അല്ലെങ്കിൽ മുന്നിൽ വരാത്ത എന്താ? പേരെങ്കിലും ഒന്ന് പറയൂ പ്ലീസ്. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും വേദനിപ്പിക്കുന്നവർ എൻ്റെ ശത്രുവാണ് എനിക്ക്. പക്ഷേ ലച്ചുവിൻ്റെ ആരുമല്ല. എൻ്റെ പേര് വരും. അത്രമാത്രം ഇപ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി. ബാക്കി വഴി അറിയാം. സമയങ്ങളേതെ പോവാൻ നോക്ക്. അയാൾ പറഞ്ഞതും അത് കേട്ട് അവരൊന്ന് മൂളിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. വരുൺ? അയാളാരാ? അറിയില്ല. അയാളുടെ സംസാരം കേട്ടൊരു മാന്യാണെന്ന് തോന്നുന്നു. ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാൻ നമുക്ക് ആവില്ല. എന്തായാലും നോക്കാം. ആദ്യം അതും പറഞ്ഞ് വണ്ടി നേരെ പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടു. അയാൾ പറഞ്ഞ പോലെ തന്നെ അതേ സ്ഥലത്തെത്തിയതും അവരകത്തേക്ക് നോക്കി. റബ്ബർ മരങ്ങളാണ് മുഴുവൻ. ഉള്ളിലായ ഒരു ചെറിയ വീട് പോലെ ഇന്നുണ്ട്. പക്ഷെ ആൾവാസമൊന്നുമില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം വിജനമായൊരു സ്ഥലമാണ്. ആ വീടിന് പുറത്തൊരു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. അതവൻ്റെ വണ്ടിയാവും, അല്ലെങ്കിൽ അവൻ്റെ ആൾക്കാരുടെ ഇത്. നമ്മുടെ വണ്ടിയുടെ നിന്ന് സേഫ് അല്ല. ആനന്ദ് പറഞ്ഞതും ആദ്യം അത് ശരിവെച്ചു. വണ്ടി ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തേക്ക് ഒതുക്കി. അവന് വേണ്ടി മാത്രം പണിയിച്ച വീട് പോലെയുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വീട് വെക്കുമോ? ആദ്യം ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. രണ്ടുപേരും അതിൽ വഴി അകത്തേക്ക് ചാടി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആരുടെയോ സൗണ്ട് കേട്ടതും അവരൊന്ന് പേടിച്ചു. എടാ, അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? എന്തായാലും അവർ രക്ഷിച്ചേ പറ്റൂ. നീ വാ. നന്ദു, നിന്റെ അവസ്ഥയിൽ മൽപ്പിടുത്തൊന്നും നല്ലല്ല. നിന്റെ കണ്ടീഷൻ മോശമാവും. എൻ്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. എന്ത് സഹിക്കേണ്ടി വന്നാലും അവർ രക്ഷിച്ചാൽ മതിയാവും. നീ വാ. ആനന്ദ് അതും പറഞ്ഞ് നേരെ അകത്തേക്ക് പോയതും അവൻ്റെ അവസ്ഥയോർത്ത് ആദ്യമൊരു പേടിയുണ്ടായിരുന്നു. ഡോറ് തുറന്നിടക്കുന്ന കണ്ട് ആനന്ദ് ഒരു മുന്നൊരുക്കത്തോടെ അകത്തേക്ക് കയറി. ഉള്ളിൽ നിന്ന് ബഹളം കേട്ടതും അവരവിടേക്ക് ഓടി. ശബ്ദം കേട്ട മുറിയിലേക്ക് അടക്കും മുന്നേ തന്നെ വലിയൊരു ശബ്ദത്തോടെ ഒരാൾ അവരുടെ മുന്നിലേക്ക് വന്നു വീണതും ഒന്നിച്ചായിരുന്നു. തറയിൽ വേദനയോടെ ഞെരിപിരി കൊള്ളുന്നവനെ കണ്ടതും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. സമയങ്ങളെ അത് അകത്തേക്ക് കയറിയതും ബാക്കിയുള്ളവന്മാരെ ഇടിച്ചു മനസ്സിലാക്കുന്ന രണ്ടുപേരെ കണ്ട് അവർ വായും പൊളിച്ച് നിന്നു. ആനന്ദിന് നേരെ വേറിട്ടൻ കമ്പിയുമായി ഓങ്ങി വന്നതും ആനന്ദ് അവന്റെ വയറ്റിൽ ചവിട്ടിയതും അവന്റെ കയ്യിലെ കമ്പി താഴേക്ക് വീണു. ആ കമ്പി എടുത്ത് അവരുടെ ദേഹത്തേക്ക് ആനന്ദ് ആഞ്ഞടിച്ചു. അവൻ വേദന കൊണ്ട് നിലവിളിച്ചതും ബാക്കിയുള്ളവന്മാരെ ശരിപ്പെടുത്തിക്കൊണ്ടിരുന്ന രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അവരെ കണ്ടതും ആനന്ദും ആദ്യം ഞെട്ടി പരസ്പരം നോക്കി. അതിലൊരാളുടെ മുഖത്ത് ചിരിയായിരുന്നെങ്കിൽ മറ്റേയാളുടെ മുഖത്ത് ഞെട്ടിലായിരുന്നു. നീ ആദ്യം എവിടെയോ കണ്ട ഓർമ്മയിൽ അയാൾക്ക് നേരെ വിളിച്ചു ചൂണ്ടിയതും ആനന്ദും അതേ ആലോചനയിലായിരുന്നു. ഏയ്! പുറകിലേക്ക് നോക്കി അയാൾ വിളിച്ചതും ആദ്യം തിരിഞ്ഞു നോക്കി. അവരുടെ നേർക്ക് കത്തിയുമായി വരുന്ന ആളെ കണ്ടതും ആദ്യം ഒഴിഞ്ഞു മാറിയതും ആനന്ദ് അവന്റെ ബാക്കിലേക്ക് ചവിട്ടിയതും അവൻ തറയിലേക്ക് വീണിരുന്നു. എല്ലാത്തിനെയും പിടിച്ചിട്ടാ, അയാൾ അടുത്തുനിന്നവരോട് പറഞ്ഞു. കാർത്തികിന്റെ അടിച്ചവശയാക്കിയ ആൾക്കാരെ 4 പേരും കൂടി ബന്ധിച്ച് കെട്ടിയിട്ടു. ഇനി നിന്നെയൊക്കെ മേളിലിരുന്ന് കളിക്കുന്നവനടുത്ത്, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവന്മാരെ നോക്കി. എല്ലാത്തിനെയും ഇടിച്ച് അവശിച്ചിട്ടുണ്ട്. വാ, അയാൾ അവരോട് പറഞ്ഞു. അവരയാളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. അവരൊക്കെ ഇവിടെ? നിങ്ങളൊക്കെ ആരാ? ആദ്യം ചോദിച്ചു. അയാൾ ഒരു കീ അവർക്ക് നേരെ എടുത്തു നീട്ടി. മുകളിലുണ്ടവർ, റൂമിന്റെ കീ. അവരെ പോയി കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അയാൾ പറഞ്ഞതും ആനന്ദ് കീയുമായി മുകളിലേക്ക് ഓടിയതും ആദ്യം അവൻ്റെ ഒപ്പം മുകളിലേക്ക് പാഞ്ഞു. അത് കണ്ട് അവർ രണ്ടും പരസ്പരം നോക്കി. മുകളിലെ റൂം ആനന്ദ് തുറന്ന് അകത്തേക്ക് കയറിയതും ആര്യയും പ്രിയയും കാവ്യയും കണ്ട് അവർ സമാധാനത്തോടെ നോക്കിയതും 3 പേരും കരഞ്ഞുകൊണ്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ആദ്യ കാവ്യയെ സമാധാനിപ്പിച്ചു. ആര്യയും പ്രിയയും ആനന്ദിന്റെ നെഞ്ചിൽ മുഖമമർത്തി കരയുകയാണ്. പ്രിയയുടെ ഉള്ളിൽ അവരുടെ സഹോദരൻ എന്നൊരു സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടാ, അവര് ആര്യ കരഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിച്ചു. സാറിലടോ, ഒന്നും സംഭവിച്ചില്ലല്ലോ, പേടിക്കണ്ട, ഞങ്ങൾ വന്നില്ലേ? പേടിച്ചു പോയി നന്ദു ഞങ്ങള്. സാറില്ല, അവന്മാർക്കുള്ള കണക്കിന് കൊടുത്തിട്ടുണ്ട്, കരയാണ്ടിരിക്കേ. ഏട്ടൻ വരുന്ന അറിയായിരുന്നു ഞങ്ങൾക്ക്, എന്നാലും പേടിച്ചു പോയി. ഇനി നിങ്ങളൊന്നും കാണാൻ ഒരിക്കലും പറ്റില്ലെന്നൊക്കെ ഓർത്തുപോയി ഏട്ടാ. കാവ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ആദ്യയുടെ വാപത്തി. അങ്ങനെ ആർക്കെങ്കിലും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ആവശ്യമില്ലാത്ത പറയില്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആദ്യം അവർ നോക്കി ചോദിച്ചു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ആനന്ദ് അവിടെ മുഴുവൻ നോക്കാൻ തുടങ്ങി. ഇല്ലേട്ടാ, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. ലച്ചുവിന്റെ അച്ഛനോടെ അതേ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? ആനന്ദ് പെട്ടെന്ന് ചോദിച്ചു. അവർ മനസ്സിലാവാതെ പരസ്പരം നോക്കി. ലച്ചുവിന്റെ അച്ഛനോ? ഇല്ല നന്ദു. അപ്പൊ അച്ഛനെ അവര്? പ്രിയ നിർത്തി ചോദ്യഭാഗത്തിൽ നോക്കി. നിങ്ങളെപ്പോലെ അച്ഛനെ അവന്മാരെ കൊണ്ടുപോയി, പക്ഷെ അദ്ദേഹം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ കിട്ടിയത്. ഇല്ലേട്ടാ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോധം കെടുത്തത് എന്തോ വെച്ച് ബോധം കെടുത്തിയാൽ ഞങ്ങളെ കൊണ്ടുവന്നേ. കണ്ടുവന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാവ്യ പറഞ്ഞു. ആദ്യം ആനന്ദൊന്നും പിടികിട്ടാ പരസ്പരം നോക്കി. ഗുണ്ടകൾ ആരൊക്കെ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാ ഒരു ചേട്ടൻ ഫുഡുമായിട്ട് വന്ന്. പിറകെ വേറൊരു ആളുണ്ടായിരുന്നു. പിന്നെ അവിടെ വലിയ അടിയാൻ നടന്ന്. അപ്പോഴേക്കും ആദ്യം വന്ന ചേട്ടൻ ഞങ്ങൾ കെട്ടഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ എന്താ നടന്നത് ഞങ്ങൾക്കറിയില്ല. ആര്യ പറഞ്ഞു. അതിനവരൊന്നും മൂളി. അവർ രണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല ഏട്ടാ, അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ അറിഞ്ഞതൊക്കെ? ആര്യ ചോദിച്ചു. ആനന്ദിന്റെ മുഖത്ത് സങ്കടം നെല്ലിക്കുന്ന അവർ ശ്രദ്ധിച്ചു. മോളെ, അത് പിന്നെ ലച്ചോടെ വീട്ടിലേക്ക് പോയി, ആരോടും പറയാതെ, നിങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടി. വീട്ടിലേക്കോ? അവിടെ ആളുണ്ടാവില്ലേ? അവനെ ഇതെല്ലാം കാണിച്ചു. നിങ്ങളെ കെട്ടിയിട്ട വീഡിയോ അവൾക്ക് അവനെ അയച്ച് ഭീഷണിപ്പെടുത്തി.
അത് കണ്ടിട്ടാണോ അവൾ സ്വന്തം കാര്യം മറന്ന് പോയത്? ആദി പറഞ്ഞു. അവർ മൂന്ന് ആനന്ദിനെ വേദനയോടെ നോക്കി. ഏട്ടൻ വിഷമിക്കണ്ട, ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. ആര്യ അവനെ സമാധാനിപ്പിച്ചു. അവനതിന് ചിരിച്ചു. അവരെയും കൊണ്ട് ആദി ആനന്ദ് താഴേക്ക് ചെന്നു. അവരെ കാത്തുന്ന പോലെ അയാൾ താഴെയുണ്ടായിരുന്നു. മറ്റേയാളെ കാണാത്ത കണ്ടതും ആനന്ദ് അവിടെ മുഴുവൻ നോക്കി. ഹലോ, ഇവര് സേഫായിപ്പോ? ഇതൊന്നും കാർത്തിക് അറിഞ്ഞിട്ടില്ല. തൽക്കാലം അവനിത് അറിയില്ല. നിങ്ങളല്ലേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത്? അത് നിങ്ങളായിരുന്നില്ലേ? ആനന്ദ് സംശയത്തോടെ ചോദിച്ചു. അയാൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. യെസ്, അത് ഞാൻ തന്നെയാണ്. നിങ്ങളെ ഞാനും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു ഒരുപാട് വട്ടം. ആ ഹോസ്പിറ്റലിൽ ആനന്ദ് അഡ്മിറ്റ് ആയത് മുതൽ ഡിസ്ചാർജ് ആകുന്നവരെയും ഞാനുണ്ടായിരുന്നു. എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയാമായിരിക്കും. കുറച്ച് മണിക്കൂർ മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. എൻ്റെ പേര് വരുൺ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.